ഇന്ന് ദേശീയ തപാൽ ദിനം. ഒരു കാലത്ത് ആശയവിനിമയത്തിനായുള്ള സുപ്രധാന മാധ്യമമായിരുന്നു തപാൽ സംവിധാനം. നാം ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ്. മൊബൈൽ ഫോണുകളിലൂടെ ഫോൺ കോളായും മെസ്സേജായും മെയിലായുമൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ ആശയവിനിമയം നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. എന്നാൽ ഒരു കത്തിനായി പോസ്റ്റ്മാനെയും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷ കൈമാറിയിരുന്ന കാലം. ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഇന്ത്യയിലെ പുരാതന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ തപാൽ സംവിധാനമുള്ള രാജ്യമാണ് ഭാരതം. ലോർഡ് റോബർട്ട് ക്ലൈവിൻ്റെ കാലത്താണ് ഇന്ന് കാണുന്ന പോസ്റ്റൽ സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നത്. മറാഠി ഭാഷയിലെ ഠപ്പാൽ എന്ന പദത്തിൽ നിന്നാണ് തപാൽ എന്ന പേര് വന്നത്. സൂക്ഷിക്കുക എന്നർത്ഥം വരുന്ന പോസിറ്റസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പോസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത്. ഫ്രഞ്ചുകാരനായ ഫോൻഷ്വാ ഡി മെലായൻ എന്ന വ്യക്തിയാണ് ആദ്യമായി ലെറ്റർ ബോക്സ് രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ നിറം പച്ചയായിരുന്നു. 1874 ഇത് ചുമപ്പാക്കി. ബ്രിട്ടനിലും ബോക്സിന്റെ നിറം ചുമപ്പാക്കി മാറ്റി. ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിലും അവർ ഈ നിറം ഉപയോഗിച്ചു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും പോസ്റ്റ് ബോക്സ് ചുമപ്പായത്. എന്നാൽ ഐക്യകേരളം രൂപപ്പെടുന്നതിനു മുൻപ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉണ്ടായിരുന്ന തപാൽ പെട്ടികൾക്ക് പച്ച നിറമായിരുന്നു. ഇത് അഞ്ചൽ പെട്ടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഈ ദേശീയ തപാൽ ദിനത്തിൽ നമുക്ക് നമ്മുടെ സന്തോഷവും സങ്കടവും പ്രണയവുമൊക്കെ പങ്കുവെക്കുന്ന കത്തുകൾ നമുക്ക് കൈമാറുന്ന തപാൽ ജീവനക്കാരെക്കുറിച്ച് ഓർക്കാം, അവരെ ആദരിക്കാം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.